Welcome to our new topic, commodity market. So before that, what is the meaning of commodity? According to Karl Marx, a commodity is any good or service produced by human labor and offered as a product for general sale on the market. So commodity എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ലാബർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗുഡ് അല്ലെങ്കിൽ സർവീസിനെയാണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്, വീറ്റ് ഇൻ യുവർ ബ്രെഡ് മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗോതമ്പ് വേണം, സോ വീറ്റ്. അതുപോലെ പെട്രോൾ ഇൻ യുവർ വെഹിക്കിൾ, കോഫി ഓൺ യുവർ ടേബിൾ, ഷുഗർ ഇൻ യുവർ സ്വീറ്റ്സ്, ചണ ഇൻ യുവർ കോൾ, ഗോൾഡ് ഇൻ യുവർ നെക്ലേസ്. സോ ഇങ്ങനെ ഒരു ഫൈനൽ പ്രോഡക്റ്റിൽ, ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ വരുന്ന എന്തൊക്കെ പ്രോഡക്ട്സുകൾ, എന്തൊക്കെ സബ് പ്രോഡക്ട്സുകളാണോ അല്ലെങ്കിൽ എന്തൊക്കെ ഗുഡാണോ അതിന് യൂസ് ചെയ്യുന്നത്, അതിനെയൊക്കെയാണ് നമ്മൾ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ commodity is a nature produced item rather than manufactured product like cotton, corn, gold, silver, etc. So actually commodity എന്ന് പറയുന്നത് ഒരു നാച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് നാച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, നമുക്ക് നാച്ചുറൽ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്, അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല. അതായത് മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ് അല്ല. ഈ നാച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം കൊണ്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക് പ്രോഡക്റ്റിനെയാണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ്? കമ്മോഡിറ്റി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് പ്ലേസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻ ഫിസിക്കൽ ഓർ വെർച്വൽ മാർക്കറ്റ്. സോ ഇറ്റ് മേ ബി എ ഫിസിക്കൽ മാർക്കറ്റ് അല്ലെങ്കിൽ വെർച്വൽ മാർക്കറ്റ് ആവാം. എന്താ ഫിസിക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരിട്ട് ബയേഴ്സും സെല്ലേഴ്സും ഒരു കോമൺ പ്ലേസിൽ മീറ്റ് ചെയ്തിട്ട് അവർ പ്രോഡക്റ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് ക്യാഷ് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. സോ അങ്ങനെയുള്ള മാർക്കറ്റ് ആവാം. അല്ലെങ്കിൽ വെർച്വൽ മാർക്കറ്റ് ആവാം. വെർച്വൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള മാർക്കറ്റ്, അതായത് പിന്നെ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുക. കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻസ് എല്ലാം ഓൺലൈനായിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി കൺട്രോൾ ചെയ്യുന്ന, തേർഡ് പാർട്ടീസ് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആവാം. ഓക്കെ, സോ ഷെയർ ട്രേഡിങ്ങും കമ്മോഡിറ്റി ട്രേഡിങ്ങും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണ്? ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ചിൽ ഷെയർസ്, കമ്പനിയുടെ ഷെയർസ് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ ആ ഷെയർസിന് പകരമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകൾ, റോ അല്ലെങ്കിൽ പ്രൈമറി പ്രോഡക്ട്സുകൾ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചാണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. സോ അങ്ങനെയുള്ള ട്രേഡിങ്ങിനെയാണ് കമ്മോഡിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചുകളാണ് MCX, NCDEX, UCS, എക്സെട്ര. ഓക്കെ, സോ ഷെയർസ് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ NSE, BSE പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെയിനായിട്ട് ഷെയർസാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതെങ്കിൽ, കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന എക്സ്ചേഞ്ചുകൾ അവൈലബിൾ ആണ്. ഓക്കെ, സോ മെയിൻലി ദർ ആർ 3 steps ടു ട്രേഡ് ഇൻ കമ്മോഡിറ്റി മാർക്കറ്റ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളൊരു ബ്രോക്കറെ ചൂസ് ചെയ്യുക. ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്തിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടാണ് ആദ്യം ഓപ്പൺ ചെയ്യുക. കാരണം ഡിമെറ്റീരിയലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫിസിക്കൽ ഷെയർസിനെ നമ്മൾ വെർച്വൽ ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ മാർജിൻ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഇനീഷ്യൽ മണി എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നോ ഡിമാറ്റ് അക്കൗണ്ട് റിക്വയർഡ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ നീഡ് ഫോർ എ കമ്മോഡിറ്റി മാർക്കറ്റ്? എന്തിനാണ് ഈ കമ്മോഡിറ്റി മാർക്കറ്റ്? എന്താണ് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ആവശ്യം? ലെറ്റ്സ് സേ യു വാണ്ട് ടു ബൈ ഗോൾഡ് ഫോർ ട്രേഡിംഗ് ബിക്കോസ് യു ബിലീവ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ഗോൾഡ് വിൽ റൈസ്. നമുക്ക് നാച്ചുറലി ഉള്ളൊരു ഫീലിംഗ് ആണ്, എല്ലാ ആളുകൾക്കും ഒരു കോമൺ ബിലീഫാണ്, ഗോൾഡിൻ്റെ വാല്യൂ എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾക്ക് ക്യാഷ് ഉണ്ടാവുന്ന സമയത്ത് ഗോൾഡ് വാങ്ങി വയ്ക്കുക എന്നുള്ളത് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഗോൾഡ് ട്രേഡിംഗ് നടത്തണം, ഗോൾഡ് വാങ്ങിക്കണം. സോ വാട്ട് വിൽ യു ഡു? യു വിൽ പ്രോബബ്ലി ബൈ ഗോൾഡ് ബാർസ്, സ്റ്റോർ ദം, വെയിറ്റ് ഫോർ ദ പ്രൈസ് ടു ഗോ അപ്പ് ആൻഡ് ദെൻ സെൽ ദം. നമ്മൾ ഗോൾഡ് വാങ്ങിച്ച് വയ്ക്കും, ഫിസിക്കലായിട്ട് ഗോൾഡ് വാങ്ങിക്കും, എന്നിട്ട് നമ്മളത് കീപ്പ് ചെയ്യും. ഒന്നുകിൽ ലോക്കറിലോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലോ സേഫായിട്ട് അത് വയ്ക്കുന്നു. എന്നിട്ട് പ്രൈസ് കൂടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. പ്രൈസ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിൽക്കും. ബട്ട് വാട്ട് ആർ ദ പ്രോബ്ലംസ്? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? യു ഹാവ് ടു ഷുവർ വെദർ ദ ഗോൾഡ് ഈസ് പ്യൂർ ഓർ നോട്ട്.
നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഗോൾഡ് 916 തന്നെയല്ലേ, പ്യുവർ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് you will need a safe place to store it. This requires security. സോ നമുക്ക് നല്ലൊരു പ്ലേസ് വേണം. നമ്മൾ ഇപ്പോൾ വീട്ടിൽ സേഫായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സേഫ്റ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി അതല്ല നമ്മൾ ലോക്കറിൽ ലോക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നമ്മളൊരു ലോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സോ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഫീ ചാർജ് അവർ ചെയ്യും, അത് പേ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ഗോൾഡ് ബാർസ് വാങ്ങി വയ്ക്കുമ്പോൾ ഉണ്ടാകും. സോ അതിനുള്ള സൊല്യൂഷനാണ് എന്ത്? Buy gold futures from the commodity exchange. So instead of purchasing gold bars, you need to purchase gold futures from the commodity exchange. So അതിന് പകരമായിട്ട് നമ്മൾ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സോ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കുമ്പോൾ അവിടെ നമ്മൾ നേരിട്ട് ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അത് പ്യുവർ ആണോ അല്ലയോ എന്നുള്ളത് നോക്കേണ്ട, അത് കീപ്പ് ചെയ്യാൻ നമ്മളൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു പ്ലേസ് അന്വേഷിക്കേണ്ട. സോ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കുക എന്നുള്ളത് ഇതിനൊരു സൊല്യൂഷനാണ്. സോ ഇങ്ങനെയുള്ള കേസിലാണ് നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ആവശ്യം വരുന്നത്. സോ ദാറ്റ് ഈസ് ദ നീഡ് ഫോർ കമ്മോഡിറ്റി മാർക്കറ്റ്. നെക്സ്റ്റ്, വൈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ആവശ്യം എന്താണ്? സോ നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 47% ഓഫ് GDP ഈസ് കമ്മോഡിറ്റി റിലേറ്റഡ്. നമ്മളുടെ രാജ്യത്തിൻ്റെ GDPയിലെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ 47% വരുന്നത് കമ്മോഡിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, പണ്ട് മുതലേ നമ്മളുടെ രാജ്യത്തേക്ക് കൂടുതൽ വിദേശികളെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ കമ്മോഡിറ്റിയാണ്. ഓക്കെ, അതായത് വിദേശികൾ നമ്മളുടെ രാജ്യം കൺട്രോൾ ചെയ്യാനുണ്ടായിരുന്ന കാരണം ഈ നമ്മളുടെ രാജ്യത്തിലുള്ള അമൂല്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് കണ്ടിട്ടാണ് അവർ എല്ലാം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. സോ ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്മോഡിറ്റിയാണ്. സോ അതിൽ തന്നെ അഗ്രികൾച്ചറിൽ നിന്നുള്ള വരുമാനം 15% തന്നെ ഉണ്ട്. ഓക്കെ, അതുപോലെ അറൗണ്ട് 50% ഓഫ് അവർ പോപ്പുലേഷൻ, ഏകദേശം പകുതി ആളുകൾ തന്നെ നമ്മൾ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. ഓക്കെ, നിയർലി 7,500 ഫിസിക്കൽ മാർക്കറ്റ് യാർഡ്സ്. ഈ കമ്മോഡിറ്റികളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഏകദേശം 7,500 ഫിസിക്കൽ മാർക്കറ്റ് യാർഡുകൾ തന്നെ ഉണ്ട്. ഓക്കെ, അത്രയും കണ്ടാൽ പോരാ, അതിലും കൂടുതലായിട്ടുണ്ടാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് കമ്മോഡിറ്റീസ് ആണുള്ളത്. കമ്മോഡിറ്റീസിനെ നമ്മളതിൻ്റെ നാച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹാർഡ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഹാർഡ് കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ നോൺ അഗ്രികൾച്ചറൽ ഐറ്റംസ് ആണ്. അതായത് നാച്ചുറൽ റിസോഴ്സസ്, നമ്മൾ പറഞ്ഞു മാൻ മെയ്ഡ് ഐറ്റംസ് അല്ല, നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിനെയാണ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. സോ നോൺ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ദറ്റ് മസ്റ്റ് ബി മൈൻഡ് ഓർ എക്സ്ട്രാക്റ്റഡ് സച്ച് ആസ് ഗോൾഡ്, സിൽവർ, റബ്ബർ, ഓയിൽ എക്സെട്ര. ഇറ്റ് ഈസ് മെയിൻലി ട്രേഡഡ് ഓൺ MCX. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലാണ് കൂടുതലായിട്ടും നോൺ അഗ്രികൾച്ചറൽ ഐറ്റംസ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് കമ്മോഡിറ്റി. ദെൻ നെക്സ്റ്റ്, സോഫ്റ്റ് കമ്മോഡിറ്റി. സോഫ്റ്റ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. അതായത് കോട്ടൺ, കോൺ, വീറ്റ്, ഷുഗർ എക്സെട്ര. സോ ദീസ് ആർ ദ സോഫ്റ്റ് കമ്മോഡിറ്റീസ്. ദേ ആർ മെയിൻലി ട്രേഡഡ് ഓൺ NCDEX. NCDEX എന്ന് പറയുന്ന കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലാണ് ഈ സോഫ്റ്റ് കമ്മോഡിറ്റീസുകളൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. സോ വാട്ട് ഈസ് NCDEX? NCDEX സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച്. ഓക്കെ, സോ സോഫ്റ്റ് കമ്മോഡിറ്റീസിൽ പെടുന്നതാണ് അഗ്രികൾച്ചറൽ, വീറ്റ്, കോൺ, കോഫി, കോട്ടൺ എക്സെട്ര. ഹാർഡ് കമ്മോഡിറ്റീസിൽ പെടുന്നതാണ് ഈ മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ, ബുള്ളിയൻ, പ്ലാറ്റിനം, സിങ്ക്, കോപ്പർ എക്സെട്ര. സോ കമ്മോഡിറ്റീസ് ഇൻ കമ്മോഡിറ്റി മാർക്കറ്റ്. സോ അത് കൂടാതെ നമ്മൾ കമ്മോഡിറ്റീസിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീഷ്യസ് മെറ്റൽസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. അതർ മെറ്റൽസ് അലുമിനിയം, കോപ്പർ. ദെൻ അഗ്രോ ബേസ്ഡ് കമ്മോഡിറ്റീസ് വീറ്റ്, കോൺ, കോട്ടൺ, ഓയിൽ സീഡ്സ് എക്സെട്ര. അത് തന്നെയാണ് സോഫ്റ്റ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഫി, കൊക്കോ, ഷുഗർ എക്സെട്ര. ലൈവ് സ്റ്റോക്ക്, കാറ്റിൽ, പോർക്ക്, ബീഫ് എക്സെട്ര. ആൻഡ് എനർജി എന്ന് പറയുമ്പോൾ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഓൺലൈൻ എക്സെട്ര. സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് നാച്ചുറലുള്ള കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന കമ്മോഡിറ്റീസ്. ഓക്കെ, so come again, commodity exchange is a central place where futures trade is organized in a wider sense.
It is to taken to include any organized marketplace where trade is routed through one mechanism allowing effective competition among buyers and sellers. So ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിലേക്ക് ട്രേഡ് നടത്തുന്ന ഒരു ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു സെൻട്രൽ പ്ലേസിനെയാണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. മെയിനായിട്ട് അതിൽ നമ്മൾ ഫ്യൂച്ചർ ഓറിയൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. മെയിനായിട്ട് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെഗുലേറ്ററി ബോഡി ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ്സ് വിച്ച് വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1953. 1953 ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററി ബോഡി ഫോം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇറ്റ് ഈസ് മെർജ്ഡ് വിത്ത് സെബി ഫ്രം സെപ്റ്റംബർ 2015. 2015 സെപ്റ്റംബറിലാണ് പിന്നീട് ഈ FMC സെബിയുമായിട്ട് മെർജ് ചെയ്തിട്ടുള്ളത്. അതുവരെ FMC തന്നെയായിരുന്നു ഈ കമ്മോഡിറ്റി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. Then what are the characteristics of commodity exchange? It is organized market for trading in commodities. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇറ്റ് മേ ബി എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ ഓർ അസോസിയേഷൻ. നമ്മൾ BSc NSc എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് പല കാറ്റഗറി ഉണ്ട്, പല തരത്തിലുണ്ട്. MCX, NCDX എന്ന് പോലെയുള്ള കുറേ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളുണ്ട്. സോ ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാവും വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു അസോസിയേഷനായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓൺലി ദ മെമ്പേഴ്സ് ക്യാൻ ട്രേഡ് ഓൺ ദ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന് മാത്രമേ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. ഇറ്റ് പ്രൊവൈഡ് ഇറ്റ്സ് ഓൺ മെക്കാനിസം ഫോർ സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്സ്. തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. ഇറ്റ് കളക്ട് ആൻഡ് പ്രൊവൈഡ്സ് മാർക്കറ്റ് ഇൻഫർമേഷൻ ആൻഡ് പ്രൊമോട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സെബിയുടെ ഡ്യൂട്ടി പോലെ തന്നെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നു, അതുവഴി ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് എളുപ്പമാക്കുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്.